നിങ്ങൾ എവിടെ തകരുമെന്ന് വിധി എഴുതിയോ, എവിടെ നിങ്ങൾ ലജ്ജിച്ചു പോകും, തല താഴ്ത്തി നടക്കേണ്ടി വരുമെന്ന് മറ്റുള്ളവർ പരിഹസിച്ചോ, അവിടെ തന്നെ ദൈവം നിങ്ങളുടെ സന്തോഷവും ആനന്ദവും ഉയർച്ചയും മറ്റുള്ളവർ കാണുവാൻ ഇടയാക്കും. ഇത് ഒരു പ്രവചന ദൂത, നിങ്ങൾ സ്വീകരിച്ചോണം. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്ന ആലോചന, നിങ്ങൾ ദൈവത്തെ പ്രതി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ നീതിയെ, ധർമ്മത്തെയും ന്യായത്തെയും അന്വേഷിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ താഴ്ത്തപ്പെട്ടാൽ, പരിഹസിക്കപ്പെട്ടാൽ, അവഗണിക്കപ്പെട്ടാൽ നിരാശപ്പെടേണ്ട. നിങ്ങളെ ഉയർത്തുവാൻ ഈ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എവിടെയൊക്കെ നിങ്ങളെ അവഗണിച്ചു, ദാവീദിന്റെ വീട്ടില് അവന്റെ സ്വന്തം പ്രിയപ്പെട്ടവനാണെങ്കിൽ പോലും അവനെ വീട്ടിലെ വിരുന്നിന് പോലും വിളിക്കാൻ കൂട്ടാക്കിയില്ല. അവനെ തള്ളിക്കളഞ്ഞിരുന്നു. അവൻ തന്നെ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അവനെയാണ് അവരുടെ നടുവിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനെ കൊന്നുകളയുവാനെ കഴുമരം ഹാമാൻ ഉണ്ടാക്കി. അത്യന്തം കൈപ്പോടെ മൊർദെഖായി പരസ്യ സ്ഥലത്ത് ശൂശനിൽ വെച്ച് കരഞ്ഞ് നിലവിളിച്ചു. എന്നാൽ ആ പ്രദേശത്ത് വെച്ച് തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം മൊർദെഖായിയെ ആ സമൂഹത്തിന്റെ നടുവിൽ മാനിക്കുകയും ചെയ്തു. അവനെ എസ്തറിന്റെ പുസ്തകം 8-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ, എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂശൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. അങ്ങനെ ആയിരുന്നില്ല 4-ാം അധ്യായത്തില് സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി ഇരട്ടെടുത്ത് വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നിലവിൽ ചെന്ന് കൈപ്പോടെ അത്യന്തം നിലവിളിച്ചു. 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. കൈപ്പോടെ അത്യന്തം നിലവിളിക്കുന്നവനെ പിൽക്കാലത്ത് പ്രാർത്ഥനയിലൂടെ അവനെ നശിപ്പിക്കാൻ വന്ന ശത്രു ഭാഗതയും മാനിച്ചത് മാത്രമല്ല, ആ പട്ടണത്തിന് തന്നെ പ്രകാശവും ആനന്ദവും ഉണ്ടായി. കലങ്ങിപ്പോയ സ്ഥലം ആർപ്പിന്റെ സ്ഥലമായി മാറി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നിങ്ങൾ ഇങ്ങനത്തെ സാഹചര്യത്തിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന് അത് ടേൺ ചെയ്യാൻ പറ്റും. മൊർദെഖായിയെ മാനിച്ച ഒരു ദൈവമുണ്ട്, യോസേഫിനെ മാനിച്ച ഒരു ദൈവമുണ്ട്, ദാവീദിനെ മാനിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപമാനിക്കാൻ നോക്കിയവരുടെ നടുവിൽ തന്റെ ഭക്തന്മാരെ മാനിച്ചൊരു ദൈവം നിങ്ങളെ മാനിക്കുവാൻ ശക്തനാണ്. 30-ാം സങ്കീർത്തനം 11-ാം വാക്യം, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ടഴിച്ചെന്നെ സന്തോഷം ഉടിപ്പിച്ചു. ഇനിയിപ്പം എന്റെ നരയെ ദുഃഖത്തോടു കൂടി പാതാളത്തിലേക്ക് ഇറങ്ങുവാറാക്കുള്ളൂ എന്നൊക്കെ നിരാശപ്പെട്ട് യാക്കോബ് പറഞ്ഞു. നിരാശപ്പെട്ട്, ഇങ്ങനെ ആയിരിക്കും എന്റെ അവസാനം. എന്റെ തുടക്കം അങ്ങനെയല്ലായിരുന്നു. വാഗ്ദത്തങ്ങൾ മുഴുവൻ പ്രാപിച്ച് ബഥേലിൽ വെച്ച് ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേട്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു. നീ പരക്കും, നീ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് യബ്ബോക്ക് കടലിന്റെ അവിടെ വെച്ച് ദൂതനുമായി മൽപ്പിടുത്തം നടത്തി, അല്ലെങ്കിൽ മല്ല് കെട്ടിയിട്ട് അവനെ ഒരു പ്രഭുവാക്കി, ദൈവത്തിന്റെ പ്രഭുവാക്കി വാഴിച്ചിട്ട് ഇപ്പോൾ സകലതും എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞിട്ട് എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കുമെന്ന് അവസാന കാലത്ത് വിലപിച്ചവൻ. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായിരുന്നു. ആ യാക്കോബിനെ തക്ക സമയത്ത് യോസേഫിനെ കൊണ്ട് മാനിപ്പിച്ചൊരു ദൈവം. തന്റെ മകനായ യോസേഫ് മുഖാന്തരം യാക്കോബ് ഫറവോയുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടു. അതെ പ്രിയമുള്ളവരെ, എവിടെയൊക്കെയാണ് തകർച്ച ഉണ്ടാകും, ഇതൊരു നാശമാണ്, ഇനി നിന്റെ വാഗ്ദത്തങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, നിന്റെ അവസാനം നാശത്തിലേക്കാണെന്ന് പറഞ്ഞൊക്കെ വിധി എഴുതിയവരുടെ നടുവിലും വാഗ്ദാനം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവനിതെല്ലാം കാണുന്നുണ്ട്. അവൻ സാഹചര്യങ്ങളെ മാറ്റി, വിധികളെ മാറ്റി എഴുതുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. ഒരാർപ്പും ആനന്ദവും സന്തോഷവും ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെയൊക്കെ അപമാനിക്കപ്പെട്ടോ അതൊക്കെ ചിലപ്പോൾ ദൈവം അനുവദിച്ചതായിരിക്കാം. അവിടെ നിങ്ങൾ മാനിക്കും. നിങ്ങൾ നോക്കി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട വ്യക്തി യേശുക്രിസ്തുവാണ്. ഇന്നും യേശുവിനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് യേശുവിന്റെ
എന്താ പറയുന്നത്, അംഗീകാരം കുറയുന്നുണ്ടോ? എത്ര കാലം അവനെ അപമാനിച്ചോ? 1000 ആണ്ട് വാഴ്ചയിൽ ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന് പറഞ്ഞ ആ പ്രവചനം ഉണ്ടല്ലോ. ദൈവത്തിന്റെ പുത്രൻ യേശു ക്രിസ്തു ഈ ഭൂമിയെ, അക്ഷരീയമായ ഭൂമിയെ ഭരിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അതിന് സമയം വരുന്നുണ്ട്. ഹല്ലേലൂയ. 5 വർഷത്തേക്കല്ല, ഒരു മനുഷ്യ ആയുസ്സുള്ള 100 വർഷത്തേക്കുമല്ല, 1000 10 തലമുറയ്ക്കും അപ്പുറത്തേക്ക് 1000 വർഷം എന്താ പറയുന്നത്, രാജാവായിട്ടിരിക്കുവാൻ, ഹല്ലേലൂയ, ഭരിക്കുവാൻ വരുന്നവൻ. എവിടെ നിങ്ങൾ അപമാനിക്കപ്പെട്ടോ, എവിടെ നിങ്ങൾ താഴ്ത്തപ്പെട്ടോ, എവിടെ നിങ്ങളെ തകർക്കാൻ നോക്കിയോ, അവിടെ ദൈവം മാനിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ ദൈവം വിശ്വസ്തനായ ദൈവം. ഈ ദൈവം തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ്. തന്നെ അന്വേഷിക്കുന്നവരെ കൈവിടാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അതെ, ഈ ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എവിടെയൊക്കെ നിങ്ങൾ തകർന്നു നുറുങ്ങിയും വേദനപ്പെട്ടു, ജയിക്കാൻ കഴിയില്ല, ഇതിന് പരാജയവും തകർച്ചയുടെ തുടക്കമാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ കർത്താവ് അതിനെ മാറ്റി എഴുതിയിട്ട് അവിടെ നിങ്ങളെ മാനിക്കുവാൻ പോവുകയാണ്. പ്രിയ കർത്താവേ, ഈ വചന സന്ദേശം കടന്നു ചെല്ലുന്ന ഓരോ ഭവനങ്ങളിലും, ഓരോ വ്യക്തികളിലും അവിടെ ഭാവിയെ തിരുത്തി എഴുതുന്ന ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർത്തിട്ട് ഉഷസ്സിൽ ആനന്ദഘോഷം എത്തിച്ചേരുന്നത് പോലെ ഇവിടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഇവിടെ എല്ലാ നിരാശയും വിലാപത്തെയും മാറ്റി എഴുതുന്ന ആനന്ദഘോഷങ്ങൾ വരട്ടെ. സന്തോഷവും ഉല്ലാസവും വിടുതലും വരട്ടെ. പ്രാർത്ഥനകളുടെ മറുപടി വെളിപ്പെട്ടു വരട്ടെ. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. ഈ വചനങ്ങളെ കർത്താവെ പ്രവചനാത്മാവിൽ സംസാരിച്ചും പ്രവചിച്ചും ഈ മക്കളുടെ മേൽ ദൈവിക വിടുതൽ പ്രഖ്യാപിക്കുകയാണ്. അത് സംഭവിക്കട്ടെ. നിന്റെ വചനത്തിന്റെ ശക്തിയും ജീവനും അവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വലിയ മാറ്റം വരുത്തട്ടെ. കുറെ പേർക്ക് മെസ്സേജ് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.